ഫാദർ പിന്നെ 1967 ലോഞ്ചിക്ക് ഇവിടെ വന്നതാണ്. പിന്നെ അതിൻ്റെ ശേഷം പല സ്ഥലത്തും ജോലിയൊക്കെ ചെയ്ത് അതിൻ്റെ ശേഷം 1980 ഫാദർ ഒരു വെജിറ്റബിൾ റീറ്റെയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്തതാണ്. UAE ഗൾഫ് രാജ്യങ്ങളിലെ പൂർണ്ണമായും പഴം പച്ചക്കറി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് മലയാളികളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ് AAK ഇന്റർനാഷണൽ. തിരൂർ പുറ്റൂർ സ്വദേശി AAK മുസ്തഫ അതിൻ്റെ MD ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഏതാണ്ട് 30 വർഷത്തിലധികമായി 1980 ആരംഭിച്ച AAK ഇന്റർനാഷണൽ. ദുബായിലാണ് ആസ്ഥാനം. AAK മുസ്തഫ നമുക്കെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുമൊക്കെ വളരെ പരിചിതനായിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ഫ്രൂട്ട്സ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AAK മുസ്തഫയാണ്. ആദ്യം തന്നെ എന്താണ് AAK ഇന്റർനാഷണൽ? ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, പലയിടങ്ങളിലും കാണുന്നുമുണ്ട്. എൻ്റെ ഫാദർ AAK ഇന്റർനാഷണലിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ പാറപ്പുറത്ത് ബാവ ഹാജി 1980 ഒരു ചെറിയ വെജിറ്റബിൾ റീറ്റെയിൽ ഷോപ്പ് പഴയ ഓൾഡ് ഫിഷ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ നെക്സ്റ്റ് ഫിഷ് മാർക്കറ്റിൽ ഒരു ഫുഡ് സ്റ്റോപ്പ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ ശേഷം അമീറിയ മാർക്കറ്റിലാണ് ഫസ്റ്റിൽ വെജിറ്റബിൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 90-92 ടൈമിലാണ് ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രൂട്ട്സ് ബിസിനസ്സോട് കൂടിയാണ് AAK ഇന്റർനാഷണൽ AAK ഗ്രൂപ്പ് എൻ്റെ വളർച്ച ഉണ്ടായിരിക്കുന്നത്. എത്ര രാജ്യങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ദുബായ് അടക്കമുള്ള മാർക്കറ്റിൽ? ഞങ്ങൾ ഏകദേശം 70 കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ GCCയിലുള്ള എല്ലാ മാർക്കറ്റിലും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഏഷ്യൻ കൺട്രീസിലേക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒട്ടേറെ VIP-കൾക്ക് സെലിബ്രിറ്റികൾക്കൊക്കെ മുസ്തഫ ഖാൻ്റെ അടുത്തു നിന്നാണ് ഫ്രൂട്ട്സ് പോകുന്നത്. നമ്മളെ ക്വാളിറ്റിയും നമ്മളെ വെറൈറ്റിയുമാണ് നമ്മളെ ഫ്രൂട്ട്സ് AAKയുടെ ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടാൻ കാരണം. അതുതന്നെയാണ് നമ്മളെ AAKയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും അത് പിന്നെ താഴെ നിന്ന് മുതൽ VIPs വരെ നമ്മളെ ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടാൻ കാരണം. ഈറ്റ് ഫ്രഷ്, തിങ്ക് ഫ്രഷ്, ലീവ് ഫ്രഷ് എന്നാണ് ഞങ്ങളെ ക്യാപ്ഷൻ തന്നെ. ചില ഫ്രൂട്ട്സ് നമ്മൾ റോ ഫ്രൂട്ട്സ് അല്ലാതെ നമ്മൾ അതിനെ തന്നെ മാറ്റിയിട്ട് കുറച്ചും കൂടി ഒരു വാല്യൂ അഡീഷൻ കൊടുത്തിട്ട് ഞാൻ കണ്ടു. ഇപ്പം ചെറിയ പൈനാപ്പിൾ ആണെങ്കിൽ അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മാംഗോ ആണെങ്കിൽ അതിന് പീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ അഡീഷൻ കൂടി നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ. ഒരു വെറൈറ്റി എപ്പോഴും ഉണ്ടാവുമ്പോഴാണ് ആ ഒരു ബിസിനസ് മുന്നോട്ട് പോവുക. അപ്പോൾ ഞങ്ങൾ നിരന്തരമായി ഓരോരോ ടൈമിന് എന്തൊക്കെ വെറൈറ്റി ഞങ്ങൾ ജനങ്ങളിലേക്ക്, അതായത് ഞങ്ങളെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഡയമണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത്. ഞങ്ങൾക്ക് വരുന്ന ബ്രാൻഡാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ക്വാളിറ്റി എപ്പോഴും നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതിനു വേണ്ടി മാത്രം ആളുകൾ വരാൻ, ഇതിന് മാത്രം AAK ഇത് മാത്രം ഞങ്ങളെ ഈ ഡയമണ്ട് ക്യാരറ്റ് മാത്രമായിട്ട് കസ്റ്റമർ ഇതിന് മാത്രം, മറ്റുള്ള ഷോപ്പിന്റെ കസ്റ്റമർ വന്നിട്ട് ഇത് മാത്രമായിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് ക്യാഷിന് പർച്ചേസ് ചെയ്ത് പോകും. ഇത് ഇഗ്ഡോർ എന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ബനാന എക്സ്ട്രാ ബനാന ഏറ്റവും കൂടുതൽ ആദ്യമൊക്കെ വന്നിരുന്ന സ്ഥലം തന്നെ ഫിലിപ്പീൻസായിരുന്നു. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ അവരെ ആ ഒരു ചില ഉണ്ടല്ലോ നമ്മള് കൃഷിയുടെ ചില പ്രശ്നങ്ങളായിട്ട് അവരെ ഈ സൈസിൽ കുറച്ച് വ്യത്യാസം വന്നു. പിന്നെ ഈ അപ്പോൾ അതിന്റെ ശേഷമാണ് നമ്മൾ ഇത് വലിയ സൈസ്, നമ്മളെ സൂപ്പർ മാർക്കറ്റുകാർക്ക് വലിയ സൈസ് ബനാന വേണം. അപ്പോൾ അതിന്റെ ശേഷമാണ് ഞങ്ങളുടേതായ ഒരു
രൂപത്തിലുള്ള ബനാന നമ്മൾ അവിടുത്തെ ഒരു ടീമുമായിട്ട് ഇതായിട്ട് പിന്നെ ഇക്വഡോറിന്ന് നമ്മൾ കൊണ്ടുവരും. ഇത് വെലൻസിയ, ഇത് ജ്യൂസ് അടിക്കുന്ന ഓറഞ്ചാണ്. ജ്യൂസിന് വേണ്ടിയിട്ട് ഏറ്റവും ഉപയോഗിക്കുന്ന ഓറഞ്ചാണ്. ഇതുപോലെ തന്നെ നമ്മൾ മുറിച്ച് കഴിക്കുന്ന ഓറഞ്ചിന്റെ നാവൽസ് എന്നാ പറയുന്നത്. ഇത് എവിടുന്ന് വരുന്നതാ? ഇത് ഈജിപ്തിന്റെ നമ്മളെ ബ്രാൻഡിന് വരുന്നതാണ് മൂൺലൈറ്റ്. എന്താ അതിന്റെ ഒരു പ്രത്യേകത? ഇത് ഓറഞ്ച് പിന്നെ ജ്യൂസിന്റെ ഓറഞ്ചിൽ പിന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഓറഞ്ചാണ്. മാത്രല്ല ഏറ്റവും ടേസ്റ്റും അതുപോലെ തന്നെ ഏറ്റവും വാലൻസി ഓറഞ്ചിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന പ്രൈസിൽ കിട്ടുന്ന ഓറഞ്ചാണ്. ക്വാളിറ്റി ഇത് കുങ്കട്സ് എന്നാണ് ഇതിന് പറയാം. ഇത് പിന്നെ ഫസ്റ്റിൽ ഇത് ഉള്ള ഇതിന്റെ സ്ഥലം ആഫ്രിക്കയിലായിരുന്നു. ഓറഞ്ചാണ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിന്റെ തൊലി അടക്കം ഇങ്ങനെ കഴിക്കാം. ഇതിന്റെ സ്കിന്ന് ഉണ്ടല്ലോ, സ്കിന്ന് നമ്മളെ പിന്നെ നമ്മളെ സ്കിന്നിന് ഭയങ്കര ഇതാണ്. ഇതിങ്ങനെ കഴിക്കാം, ഭയങ്കര ടേസ്റ്റാണ് കുങ്കട്സ്. ഇത് നമ്മളെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നാല് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അത്. കിവി എന്ന് വെച്ചാൽ ന്യൂസിലാൻഡാണ്. ഇവിടെ ഏറ്റവും ക്വാളിറ്റി വരുന്നതും അവരതാണ്. അവിടെ ഗ്രീൻ കിവി ഉണ്ട്, പിന്നെ അതേമാതിരി തന്നെ ഗോൾഡൻ കിവി ഉണ്ട്. ഗോൾഡൻ കിവി ഏറ്റവും ബെസ്റ്റ് അവിടുത്തെ ഇതാണ്. പക്ഷെ ഇത് ആഫ്രിക്കൻ്റെ ആണ്. ആഫ്രിക്കൻ്റെ വരുന്നുണ്ട്, പിന്നെ ചൈനന്റെ വരുന്നുണ്ട്, ഇറാന്റെ വരുന്നുണ്ട്. ഇന്റർനാഷണൽ എത്ര രാജ്യങ്ങളിൽ നിന്ന് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നുണ്ട്? നമ്മൾ ഏകദേശം 70 കൺട്രീസിൽ നിന്ന് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നു. 70 കൺട്രീസിൽ നിന്ന് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഏകദേശം 70 കൺട്രീസിലുള്ള പിന്നെ അവിടുത്തെ മോണോപോളി ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ്. പിന്നെ ഞങ്ങളെ ബ്രാൻഡിൽ AK എന്ന് പറഞ്ഞ ബ്രാൻഡിൽ, ഡയമണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ, അങ്ങനെ ഞങ്ങൾ പിന്നെ ബ്രാൻഡിൽ കുറേ പിന്നെ ഇത് പല രാജ്യങ്ങളിൽ നിന്നും ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇത് ഫുജി ആപ്പിൾ. ഫുജി ആപ്പിൾ ഇത് ചൈനയിൽ നിന്ന്. എന്താ ഇതിന്റെ ഒരു വലിപ്പം മാത്രമാണോ? വലിപ്പമാണ്. ഇത് ഫുജി ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്ച്വലി നമുക്കുള്ള അറിവനുസരിച്ചിട്ട് പറഞ്ഞാൽ ഈ ആപ്പിളിന്റെ ശരിക്കുള്ള ഇത് സ്ഥലം ജപ്പാനാണ് ഫുജി ആപ്പിൾ ഇറക്കുന്നത്. പക്ഷെ ജപ്പാന് ഇവിടെ അധികം വരാത്തതെന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്, പക്ഷെ എന്താ പറയുക ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഫ്രൂട്ട്സ് മാത്രമല്ല, ഈ വെജിറ്റബിൾസും കാണുന്നുണ്ട്. അപ്പൊ AK വെജിറ്റബിൾസ് ഉണ്ട്. ഉണ്ട്. നമ്മള് ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾ, പിന്നെ ഫുഡ് സ്റ്റോപ്പ്. ഇതെന്താ എത്ര രാജ്യങ്ങൾ? ഇത് നമ്മള് അതായത് ഇതിപ്പോ സ്പെയിനാണ്. സ്പെയിന്, ഓസ്ട്രേലിയ, അമേരിക്ക, അതുപോലെ തന്നെ പിന്നെ ചൈന, ഇവിടെ നിന്നൊക്കെ നമ്മള് ഓണിയൻസ് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ്റെ ഉണ്ട്. സ്ഥലത്ത് വരുമ്പോഴും മുസ്തഫക്ക് കൈ കൊടുത്ത് ചിരിച്ചാണ് കൂടുതലുള്ള ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ജീവനക്കാർന്നോ തൊഴിലാളികളിൽ നിന്നൊന്നും എനിക്ക് കണ്ടിട്ട് പറയാൻ തോന്നുന്നില്ല. നമ്മളെ ഫാദറായിട്ട് പഠിപ്പിച്ച ഒരു സംഗതിയാണ് അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടയിൽ പിന്നെ ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രത്യേകത തന്നെയാണ് ഞങ്ങളെ പിന്നെ ഫൗണ്ടറായാലും ഞങ്ങളെ ചെയർമാന് എൻ്റെ ഫാദർ പിന്നെ AK ഇന്റർനാഷണലിൻ്റെ ഫൗണ്ടറാണ്, ചെയർമാനാണ്. ഫൗണ്ടറിനായാലും അതേപോലെ തന്നെ MD ആയ എന്നെ CEO ആയ എൻ്റെ അങ്കിള് മുഹമ്മദ് അലിനായാലും ഡയറക്ടേഴ്സിനായാലും ഇവർക്ക് ജസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഒന്ന് വാതിൽ മുട്ടിയപ്പോൾ നമ്മൾ തുറന്നെടുക്കണം. അല്ലാതെ ഒരു ഫോർമാലിറ്റീസിന്റെ ആവശ്യമില്ല. അല്ല, സാധാരണ സ്ഥലത്ത് MD അല്ലെങ്കിൽ ചെയർമാൻ സാർ വിളിക്കുന്നതൊക്കെ നമ്മൾ ഇല്ലല്ലോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫസ്റ്റിൽ നമ്മളെ ഷോപ്പ് കയറിയിട്ട് സാധനം എടുക്കണമെന്ന് കസ്റ്റമറാണ്. കണ്ടിന്യൂ വെച്ചാൽ നല്ല സാധനം നല്ല കിട്ടും, വില കുറവും എല്ലാം. പിന്നെ നമ്മൾ സാധനം പർച്ചേസിങ്ങിന് നല്ല സാധനം കൊണ്ടുവരാൻ എല്ലാവരും നല്ലൊരു ഇതാണ്. ഫ്രൂട്ട്സ്
വെജിറ്റബിൾസ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഫുഡ് സ്റ്റെപ്പ് മറ്റ് ഈ ഫുഡ് ഐറ്റംസും കൂടെ അതുണ്ട്. അതിൻ്റെ ഹോൾസെയിൽ ഉണ്ട്. ഹോൾസെയിൽ നമ്മൾ ഷോപ്പുണ്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൺ കുറേ പ്രോഡക്റ്റ് നമ്മളത് അതും ഉണ്ട്. ഓക്കെ, ഏതായാലും വലിയ സന്തോഷം. കാണാം.